സ്കൂൾ പ്രവേശന സമയത്ത് വിദ്യാർത്ഥികളിൽ നിന്ന് വലിയ തുക പിരിക്കുന്ന PTA കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഗവൺമെൻറ് സ്കൂളുകളടക്കം പല സ്കൂളുകളിലും പ്രവേശന സമയത്ത് വിദ്യാർത്ഥികളിൽ നിന്ന് നിർബന്ധമായി 5000-ഓളം രൂപ വരെ പിരിക്കുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പണപ്പിരിവ്. എന്നാൽ PTA ഫണ്ടുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെന്നും ഇതിൽ പറയുന്ന തുകയ്ക്കപ്പുറം പിരിക്കാൻ പാടില്ല എന്നും ഉത്തരവിറങ്ങിയിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശങ്ങൾ മറികടന്ന് പ്രവർത്തിക്കുന്ന PTA കമ്മിറ്റികൾ അന്വേഷണം നടത്തി പിരിച്ചുവിടുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. PTA അംഗത്വ ഫീസിന്റെ പ്രതിശീർഷക നിരക്ക് താഴെ പറയുന്ന പ്രകാരം നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ്: LP വിഭാഗം 10 രൂപയും UP വിഭാഗം 25 രൂപയും, ഹൈസ്കൂൾ വിഭാഗം 50 രൂപ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 100 രൂപ എന്ന നിരക്കിലാണ്. പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള പിരിവ് മുൻവർഷത്തിലെ 3-ാം ടേമിലെ PTA ജനറൽ ബോഡി യോഗം തീരുമാനിക്കുകയാണെങ്കിൽ സ്കൂളിലെ നടപ്പ് അക്കാദമിക വർഷത്തെ പ്രത്യേകം നിർവചിക്കപ്പെട്ടിട്ടുള്ള അക്കാദമിക ആവശ്യങ്ങൾക്കായി പരമാവധി നിരക്കിൽ ഓരോ വിഭാഗത്തിലെ വിദ്യാർത്ഥി രക്ഷിതാവിൽ നിന്നും ഫണ്ട് ശേഖരിക്കാവുന്നതാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇതിൽ LP വിഭാഗം 20 രൂപയും UP വിഭാഗം 50 രൂപയും, ഹൈസ്കൂൾ വിഭാഗം 100 രൂപയും, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 400 രൂപയും ഈ നിരക്കിലാണ്. ഓരോ രക്ഷിതാവിനെയും മേൽപ്പറഞ്ഞ തുക കൊടുക്കാൻ നിർബന്ധിക്കുകയോ പ്രസ്തുത തുക കൊടുക്കാത്ത രക്ഷിതാവിൻ്റെ മകൾ അഥവാ മകനെ സ്കൂൾ പ്രവേശനം നിഷേധിക്കുകയോ ചെയ്യാൻ പാടില്ലെന്നും മന്ത്രി അറിയിച്ചു. അനുവദനീയമായി പിരിച്ചെടുക്കാൻ കഴിയുന്ന തുകകൾ ഇതായിരിക്കെ സ്കൂളിലെ PTA അംഗത്വ ഫീസ്, പ്രത്യേക ആവശ്യങ്ങൾക്കായുള്ള പണപ്പിരിവ് എന്നിവ സംബന്ധിച്ച് വിവിധങ്ങളായ പരാതികൾ രക്ഷിതാക്കളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ചില PTA കമ്മിറ്റികൾ സ്കൂൾ അധ്യയന കാര്യങ്ങളിലും സ്കൂൾ അധികൃതരുടെ ഭരണപരമായും സർവീസ് സംബന്ധമായുമുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് സംബന്ധിച്ച് പരാതികൾ വരുന്നത്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഇപ്പോൾ സാർവത്രികമായി കണ്ടുവരുന്ന പ്രവണതയാണ് ഇത്. അഡ്മിഷൻ ഫീസ്, PTA ഫണ്ട്, വെൽഫെയർ ഫണ്ട് തുടങ്ങിയ പല പേരുകളിലും 1-ാം ക്ലാസ് മുതൽ സ്കൂളുകളിൽ ചേർക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് പണപ്പിരിവാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഗൗരവമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുമെന്നും വിഷയത്തിൽ സംസ്ഥാന വ്യാപക പരിശോധന നടത്താൻ CEOമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.